കണ്ണിമ വെട്ടാതെ ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 7 മിനിറ്റ് ആഡ് ടൈമാണ് രണ്ടാം പകുതിയിൽ നൽകിയിരിക്കുന്നത്. അത് അർജന്റീന ഒരു ഗോൾ കൂടി അധിക മിനിറ്റിൽ ഒരു ഗോൾ കൂടി നേടിയിരിക്കുന്നു. 3-2 അർജന്റീന മുന്നിൽ. അനിൽ, മുന്നിലെത്തിയിരിക്കുന്നു. ആരാധകർ കാത്തിരുന്ന നിമിഷം ഇതല്ലേ? ലോക ചാമ്പ്യന്മാർ അവരുടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. 2 ഗോളിൽ നിന്ന് പിന്നിൽ നിന്ന അർജന്റീന ഇതാ 3-ാം ഗോൾ തിരിച്ചടിച്ച് വന്നിരിക്കുന്നു. അതും എക്സ്ട്രാ ടൈമിൽ. ലോക ചാമ്പ്യന്മാരുടെ തോൽവി, ലോക ചാമ്പ്യന്മാരുടെ കണ്ണീർ, ലോക ചാമ്പ്യന്മാരുടെ ആരാധകരുടെ കണ്ണീരാഗ്രഹിച്ചവരെ ഇതാ നിങ്ങൾക്കുള്ള മറുപടി. അവരുടെ തിരിച്ചുവരവ്, ലോക ചാമ്പ്യന്മാരുടെ ഗംഭീര തിരിച്ചുവരവ്. 2 ഗോളിൽ നിന്ന് പിന്നിൽ നിന്ന് തിരിച്ചടിച്ച് ഇതാ അർജന്റീനയുടെ വമ്പൻ തിരിച്ചുവരവ്. എൻസോ ഫെർണാണ്ടസ് ആണ് ആ 3-ാം ഗോൾ നേടിയിരിക്കുന്നത്. 80 മിനിറ്റോളം 79 മിനിറ്റോളം 2 ഗോളിന് പിന്നിലായിരുന്ന അർജന്റീനയുടെ ഇതാ വമ്പൻ തിരിച്ചുവരവ്. ഒരു വാർ പരിശോധന കൂടിയുണ്ട്. ആ പരിശോധനയിൽ അറിയാം അത് ഗോൾ ഒഫീഷ്യലായി കൺസീഡ് ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. ഈ മത്സരത്തിൽ ആദ്യമായി ലോക ചാമ്പ്യന്മാർ അർജന്റീന മുന്നിലെത്തുന്ന കാഴ്ച. അവിടെ ഒരു ഫൗൾ കൺസീഡ് ചെയ്തോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു മാറ്റം വരുമോ എന്ന്. നേരത്തെ അർജന്റീനയുടെ ഇതുപോലെ ഒരു ഗോൾ ഉണ്ടായിരുന്നത് പിന്നീട് വാർ പരിശോധനയിലാണ് അർജന്റീനയ്ക്ക് ആശ്വാസം കിട്ടിയത്. അവരുടെ അതിൽ പോലെ ഒരു ഗോൾ വരുമോ എന്നുള്ളത്. ഇത് നല്ലൊരു കൗണ്ടർ അറ്റാക്കിലൂടെ വന്ന ഒരു ഗോൾ. ആദ്യം ലൗട്ടാറോ മാർട്ടിനസിന് ഒരു നീട്ടി നൽകുന്ന ഒരു പന്ത്. ലൗട്ടാറോ മാർട്ടിനസ് അവിടെ നിന്ന് ഒരു തകർപ്പൻ ക്രോസ് കൊടുക്കുന്നു. എന്തായാലും ഒരു ഗംഭീര ഗോൾ തന്നെയാണ് എൻസോ ഫെർണാണ്ടസ് നേടിയിരിക്കുന്നത്. നല്ലൊരു കൗണ്ടർ അറ്റാക്കിലൂടെ ഒരു ഗോൾ വന്നിരിക്കുന്നു. അർജന്റീന 3-2 മുന്നിലെത്തുന്നു. വാർ പരിശോധന കൂടിയുടെ അതിന്റെ ബലം കൂടി വരാനുണ്ട്. എന്നാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ ആദ്യമായി ഒരു ആധിപത്യം അല്ലെങ്കിൽ ആദ്യമായി ലീഡ് എടുക്കുന്ന ഒരു അവസ്ഥയാണ് അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതുവരെ അർജന്റീന പിന്നിലായിരുന്നു. ആദ്യം 2 ഗോളിന് പിന്നിൽ പോയി തിരിച്ചടിച്ചെങ്കിൽ പോലും തുടരെ കൗണ്ടർ അറ്റാക്കിലൂടെ അല്ലെങ്കിൽ ഈജിപ്ത് കളം പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അർജന്റീന എത്രയൊക്കെ കണ്ട് അർജന്റീന ലോക ചാമ്പ്യന്മാരുടെ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഈജിപ്താണ് ഈ കളിയിൽ ഉടനീളം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചത്. മുഹമ്മദ് സലായും സംഘവും ആദ്യമായി ഈ ഒരു കളിക്കുന്ന പ്രീ ക്വാർട്ടർ അതിൽ ഒരു ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്നു. മെസ്സിപ്പടയെ വലിയ രീതിയിൽ വിറപ്പിച്ചു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു മാറ്റം വരുന്ന ഒരു റെഡ് കാർഡ് കൊടുക്കുകയാണ് ഈജിപ്തിന്റെ ഒരു താരത്തിന്. അത് മാർക്കോ മറ്ററസി ആണോ എന്നൊരു സംശയമുണ്ട്. മാർക്കോ മറ്ററസ് ആണ് ആ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് മറ്ററാസിയാണോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഈജിപ്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.